പത്മജയുടെ ഭർത്താവ് ഡോക്ടർ വേണുഗോപാൽ അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് ഇപ്പോൾ പ്രതികരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒരുപക്ഷെ അനൂപ് കേട്ട് കാണും. പറഞ്ഞത് ഒരുപാട് അവഗണനകൾ താൻ തന്നെ നേരിട്ട് കണ്ടിട്ടുണ്ട്. പത്മജ ഒരുപാട് കാര്യങ്ങളിൽ വിഷമിച്ചിരുന്നു. പാർട്ടിയുടെ പെരുമാറ്റം, പാർട്ടി അവഗണന, ഒരുപാട് തരത്തിൽ പത്മജയെ അവഗണിച്ചിരുന്നു. ഇതിനൊക്കെ താൻ സാക്ഷിയാണ്. അതുകൊണ്ട് തന്നെ മുന്നണി മാറ്റത്തിന് എല്ലാവിധ പിന്തുണയും നൽകുമെന്നാണ് ഡോക്ടർ വേണുഗോപാൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞത്. അങ്ങനെ അത്തരത്തിൽ വലിയൊരു അവഗണനയൊക്കെ ഈ പത്മജ നേരിട്ടിരുന്നോ എന്നൊരു കാര്യത്തിൽ സംശയമുണ്ട്. കാരണം പലപ്പോഴും ഒപ്പം നിർത്തുന്ന ഒരു സമീപനം തന്നെയാണ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്രത്തോളം ഈ പറയുന്ന എത്രത്തോളം അവഗണനയൊക്കെ പത്മജ നേരിട്ടിരുന്നോ എന്നൊരു കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ഈ BJP-യിലേക്ക് ചേരുന്ന ആ ഒരു ചടങ്ങൊക്കെ എപ്പോഴായിരിക്കും? ഇപ്പോൾ ഡൽഹിയിലുണ്ടല്ലോ പത്മജ. അപ്പോൾ ഈ ചടങ്ങുകളൊക്കെ എപ്പോഴായിരിക്കും? എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് ഈ മണിക്കൂറിൽ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കാനുള്ളത് അനൂപ്? സിധു, 10:30 ശേഷം ഏത് സമയത്തും പത്മ വേണുഗോപാൽ BJP-യിൽ ചേരുന്ന വിവരമാണ് നമുക്ക് BJP കേന്ദ്രങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. BJP-യുടെ ദേശീയ ആസ്ഥാനത്തെത്തിയാണ് പത്മജ BJP അംഗത്വം സ്വീകരിക്കുക. ദേശീയ നേതാക്കൾ തന്നെ പത്മജയെ സ്വീകരിക്കാൻ എത്തും എന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, പത്മജയെ പല സമയത്ത് പരിഗണിച്ചിട്ടുണ്ട് കോൺഗ്രസ് പാർട്ടി എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സീറ്റ് നൽകിയിരുന്നു. പക്ഷേ വിജയിക്കാൻ പത്മജ വേണുഗോപാലിന് സാധിച്ചിരുന്നില്ല. പ്രധാനപ്പെട്ട സീറ്റ് തന്നെ തൃശ്ശൂർ തന്നെ നൽകിയിരുന്നു. പക്ഷേ പല തവണ പാർട്ടിയിൽ നിന്ന് അവഗണന നേരിട്ടു എന്ന് പത്മജ വേണുഗോപാൽ പറയുന്നതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പ്രിയങ്ക ഗാന്ധി എത്തിയപ്പോൾ പ്രിയങ്കയുടെ പ്രചാരണ വാഹനത്തിലേക്ക് പത്മജ കയറുന്നത് കോൺഗ്രസിൻ്റെ ജില്ലാ നേതാക്കൾ തടഞ്ഞു. ഒപ്പം തന്നെ കെ കരുണാകരൻ്റെ സ്മാരകം പണിയുന്നതിൽ നിന്ന് കാര്യമായ മുന്നോട്ട് പോക്ക് കോൺഗ്രസ് നേതൃത്വം അതിനൊരു ഉത്സാഹം കാണിക്കുന്നില്ല തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ തുടർച്ചയായ അവഗണന നേരിട്ടു എന്ന് പറയുമ്പോൾ പോലും കെ കരുണാകരൻ മക്കളെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ പാർട്ടിക്കകത്ത് തന്നെ വലിയ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അപ്പോഴും പാർട്ടിയുടെ ദേശീയ നേതൃത്വം അവരെ ഇരുവരെയും, കെ മുരളീധരനെയും പത്മജ വേണുഗോപാലിനെയും പല ഘട്ടങ്ങളിൽ പരിഗണിച്ചത് നിങ്ങൾ കണ്ടില്ലേ എന്ന് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. മാത്രമല്ല KC വേണുഗോപാൽ ഇന്ന് പത്മജയുമായി സംസാരിച്ചിരുന്നു. പാർട്ടി വിടരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതും തള്ളിയാണ് BJP-യിലേക്ക് ഇപ്പോൾ പത്മജ വേണുഗോപാൽ പോകുന്നത്. ഏതാണ്ട് 2-3 മണിക്കൂർ